ഹായ് ഹലോ രാജീവ് വ്ളോഗ്സിലേക്ക് എല്ലാവർക്കും വലിയൊരു സ്വാഗതം. ഇന്ന് അമ്മ പറയാൻ പോണത് എല്ലാവർക്കും ഉപകാരപ്പെട്ടൊരു സംഭവം കേട്ടോ. എണ്ണ ഇല്ലാത്തൊരു ഹെയർ ഡൈ പരിചയപ്പെടുത്തി തരുമെന്ന് ഒരു കുട്ടീനോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതനുസരിച്ച് ഞാനൊരു ഹെയർ ഡൈ പരിചയപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. അത് അവൾക്ക് പറ്റുമോ എന്ന് എനിക്കറിയില്ല. കുറേ ആൾക്കാർ പറയുകയാണ് എന്താ അറിയില്ല, മുടി കൊഴിഞ്ഞും പോയി, ഇപ്പം മുടി നരയ്ക്കലും തുടങ്ങി അമ്മയെന്നൊരു കുട്ടി സങ്കടം പറഞ്ഞു എന്നോട്. അപ്പോൾ മുടി വളരും വേണം, മുടി കറുത്ത് വരും വേണം അല്ലേ? അതിന് വേണ്ടിയിട്ടൊരു ഹെയർ ഡൈ ഞാനൊരു യൂട്യൂബ് ചാനലിൽ കണ്ടതാട്ടോ. ആദ്യമായിട്ട് ഉണ്ടാക്കുകയാണ് ഹെയർ ഡൈ. അത് ഉണ്ടാക്കിയിട്ട് നമുക്കൊന്ന് തേച്ച് നോക്കാം. എൻ്റെ തലയിലാണല്ലോ തേക്കണത്, അല്ലെങ്കിൽ എൻ്റെ ഏട്ടൻ്റെ തലയിൽ തേച്ച് കൊടുക്കാം. നന്നായിട്ട് നരച്ചണം. എൻ്റെ തല അവിടെ ഇവിടെ ഓരോ നരയുള്ളൂ. അപ്പോൾ അത് എങ്ങനെയാണ് തേച്ചിട്ടുള്ളതെന്നുള്ളത് നിങ്ങൾക്ക് തന്നെ ഞാൻ തീർച്ചയായിട്ടും തേച്ചിട്ട് കുളിച്ചിട്ട് അപ്പം തന്നെ കാണിച്ചു തരുന്നതായിരിക്കും ഈ വീഡിയോ കൂടെ കേട്ടോ. ഏട്ടൻ്റെ തലയിൽ തേച്ച് കാണിച്ചു കൊടുക്കാം. എന്നാൽ പിന്നെ എൻ്റെ അത് മുടിയും അവിടെയും ഇവിടെയും ഓരോ നരയുള്ളൂ ഇപ്പോൾ. അപ്പോൾ അവരുടെ അത്രയും കൂടി നരച്ചിട്ടുണ്ട്. അപ്പോൾ അത് എന്താ സംഭവം എന്നറിയോ? അപ്പോൾ നമ്മളെ തന്നെ കേട്ടോ സംഭവം ചിയാ സീഡാണേ. കണ്ടോ, ഈ ചിയാ സീഡ് തന്നെ കേട്ടോ ഒന്ന് വേണ്ടത് നമുക്ക്. ഇത് നമുക്ക് ഒന്നുമല്ല, നമുക്ക് ക്വാണ്ടിറ്റിക്ക് അനുസരിച്ചിട്ട്. ഇതിപ്പോൾ എൻ്റെ തലയിലേക്ക് അല്ലാത്തതുകൊണ്ട് ഞാൻ 2 സ്പൂൺ എടുത്താൽ മതിയാവും. കാരണം ഏട്ടൻ്റെ തലയാകുമ്പോൾ ആണുങ്ങളെ തലയിലേക്ക് കുറച്ചല്ലേ വേണ്ടു. അപ്പോൾ ആദ്യത്തെ പരീക്ഷണമാകൊണ്ട് അവർ നമ്മുടെ തന്നെ പരീക്ഷിക്കട്ടെ. അപ്പോൾ നമുക്കൊരു 2 സ്പൂൺ എടുത്തിട്ട് ഒന്ന് തിളപ്പിച്ചിട്ട് കുറുക്കിയിട്ട് അതിൻ്റെ നമുക്ക് ജെല്ലെടുക്കണം. രണ്ടാമത് വേണ്ടത് നമുക്കിങ്ങനെ കറ്റാർവാഴ, ഞാൻ ഇതിൻ്റെ കളർ ഇതൊക്കെ പോകാൻ വേണ്ടിയിട്ട് കണ്ട മുറിച്ച് ഇത് പൊട്ടിൻ്റെന്ന് കേട്ടോ. കുട്ടികളെ എടുത്തു കൊണ്ടുമ്പോൾ വീണ് പൊട്ടിയത്, അത് കുഴപ്പമില്ല, ഇപ്പം ഓടിപ്പാഞ്ഞിട്ടേ. അപ്പോൾ ഇതിൻ്റെ നമുക്ക് ജെല്ലും എടുക്കട്ടെ. എന്നാൽ പിന്നെ വാങ്ങിയ കെമിക്കലല്ല. 2-3 നമുക്ക് തിളപ്പിച്ചിട്ട് ഇരുമ്പിൻ്റെ ചെറുതായിട്ടുള്ള കടായിൽ വെച്ചിട്ട് വേണം നമുക്കിത് പാർന്ന് അടച്ച് വയ്ക്കാൻ. ഇത് അന്ന് ഉപയോഗിക്കാൻ പാടില്ല. അപ്പോൾ അതെങ്ങനെ തയ്യാറാക്കുക എന്നുള്ളത് നമുക്ക് അടുപ്പിൻ്റെ അടുത്ത് പോയിട്ട് കാണാം. വരും. അപ്പോൾ നമ്മളെ ആ കറ്റാർവാഴയുടെ ജെല്ലൊക്കെ ഇതിലേക്ക് എടുക്കുകയാണ് കേട്ടോ. നമുക്കിന്ന് വാങ്ങിയത് വേണ്ടല്ലോ. വാങ്ങിയതാകുമ്പോൾ നമുക്ക് ഇത്ര തന്നെ പേടിയാക്കണം, ഇത്ര തന്നെ കിട്ടും അറിയില്ല. ഇത് നിങ്ങൾക്കറിയാലോ, ചിയാ സീഡ് നന്നായി മുടി ഹെയർ ഗ്രോത്തിൽ വളരും കേട്ടോ. അപ്പോൾ നമ്മളിത് തേച്ച് കഴിഞ്ഞാൽ മുടി നമുക്ക് പൊഴിഞ്ഞു പോവുക, ചൊറിച്ചിൽ അതൊന്നും വരില്ല. നമുക്ക് ഈ കെമിക്കൽ ഡൈ തേക്കുമ്പോൾ ചൊറിച്ചിൽ അല്ലേ, കൊഴിഞ്ഞു പോവുക, അതൊക്കെ സൈഡ് എഫക്റ്റുകളില്ലേ. ഇത് നമ്മൾ കറ്റാർവാഴയും ഈ ചിയാ സീഡുമാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. പിന്നെ എന്തിനാണ് നമ്മൾ പേടിക്കണത്? യാതൊരു പേടിയില്ല. നമുക്കിത് കറക്കുന്ന കേൾക്കുമ്പോഴേ നമുക്കൊന്ന് നോക്കി നോക്കാതെ. അപ്പോൾ നമ്മളിതിൻ്റെ ജെല്ലെടുത്തു കേട്ടോ. അപ്പോൾ നമുക്കേ ഇതാ കറ്റാർവാഴയും ചിയാ സീഡും നമുക്കൊന്നാം തിളപ്പിക്കണം. എന്നിട്ട് ഇതിൻ്റെ ജെല്ലെടുത്തിട്ട് നമുക്ക് ഇത് നമ്മൾ എന്ത് ചെയ്യണമെന്നോ, നമ്മൾ തേക്കണം അന്ന് കേട്ടോ. ഒരു കോഴിമുട്ടയുടെ വെള്ള നമ്മളിതിൽ കൂട്ടും. അതും നമ്മളെ മുടിക്ക് പ്രോട്ടീനാണ്. മുടി നന്നായി വളരും ചെയ്യും, കറക്കും ചെയ്യിച്ചാൽ പിന്നെന്താ. അപ്പോൾ നമ്മളിത് ഇന്ന് ഇങ്ങനെ എടുത്തിട്ട് ഒരു ഇരുമ്പിൻ്റെ കടായിൽ വെക്കുക കേട്ടോ. നമ്മളിത് 24 മണിക്കൂർ കഴിഞ്ഞിട്ട് ഞാൻ നോക്കും. അപ്പോൾ ഇതിൻ്റെ കളറ് വല്ല വ്യത്യാസമോ എന്താണെന്ന് ഞാൻ ഇതുവരെ ആദ്യമായിട്ടാണെന്ന് പറയുകയാണ് കേട്ടോ, പരീക്ഷണമാണ്. അപ്പോൾ 24 മണിക്കൂർ കഴിഞ്ഞിട്ട് ഞാൻ നോക്കും ഇതിൻ്റെ കളറ് എന്താണെന്നുള്ള. കറുത്ത് വന്നെന്ന് വെച്ചാൽ അപ്പം തന്നെ തേക്കാം. ഇല്ലെങ്കിലോ നമുക്ക് 48 മണിക്കൂർ കഴിഞ്ഞിട്ട് ഇത് ഞാൻ തലയിൽ തേച്ചിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരുന്നുണ്ട് കേട്ടോ. അപ്പോൾ എന്താണ് അത് കറക്കണമുണ്ടോ, എല്ലാവർക്കും ഉപയോഗമാണെങ്കിൽ നമുക്ക് നല്ലതായില്ലേ കുട്ടികളെ, നല്ലതാണെങ്കിൽ പിന്നെന്താ നമുക്ക്. അപ്പോൾ നമ്മളിത് തിളച്ചു കേട്ടോ. ഇത് ഒന്നുമല്ല, ഒരു 10 മിനിറ്റ് ഈ ചിയാ സീഡ് നിങ്ങൾ കുതിർത്താൻ വെക്കണം കേട്ടോ. എങ്കിലേ ഇതിൻ്റെ ഒന്ന് കുതിരുള്ളൂ. പിന്നെ തിളയ്ക്കുമ്പോൾ നമുക്ക് നല്ല ഫലമാണ്. ഇതൊരു സിമ്മിലിട്ടിട്ടൊരു 2 മിനിറ്റ് കൂടി തിളച്ചോട്ടെ. ആകെ മൊത്തം ഇതൊരു 5 മിനിറ്റ് തിളക്കട്ടെ കേട്ടോ. അപ്പോൾ നമ്മളുടെ ഇത് കറ്റാർവാഴയും ചിയാ സീഡും ഉള്ളത് നന്നായിട്ട് തണുത്തു കേട്ടോ. ഇനി നമ്മൾക്ക് ഇതിലേക്ക് പാർന്നിട്ടൊരു ഈരട തോർത്തുണ്ടിയിൽ അരിക്കട്ടെ കേട്ടോ. ഞാൻ ഇത് അരിച്ചിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം. നല്ലത് നമുക്ക് വേണ്ടത് ഇതിനനുസരിച്ചിട്ട് മുടിക്ക് അനുസരിച്ചിട്ട് ഇത്തിരി മൈലാഞ്ചിപ്പൊടി, പിന്നെ നമുക്ക് വേണ്ടത് നെല്ലിക്കപ്പൊടി. ഇനി ഇത് ഓരോ സ്പൂണേ ഞാൻ എടുക്കണുള്ളൂ കേട്ടോ. ഇനി കലക്കി വെക്കട്ടെ. കലങ്ങട്ടെ, ഒന്ന് കൈ കൊണ്ടെങ്കിലും കലക്കേണ്ടി വരും ചിലപ്പോൾ. അപ്പോൾ നമ്മളിതിലേ 2 ഓരോ സ്പൂണാട്ടോ ഇട്ടണത്. ഈ വലിയ സ്പൂണിന് ഓരോ സ്പൂണ്. ഏത് നെല്ലിക്കപ്പൊടി, മൈലാഞ്ചിപ്പൊടി 2 ഓരോ സ്പൂൺ ഇട്ടിട്ട് നമ്മളിത് നന്നായിട്ട് കൂട്ടി കലർത്തിയിട്ട് അടച്ച് വെക്കുകയാണ് കേട്ടോ. ഇത് ഇപ്പോഴേ ഉപയോഗിക്കാൻ പാടില്ല. അപ്പോൾ ഇത് നമ്മൾ നാളെ നോക്കട്ടെ രാവിലേക്ക്. അപ്പോൾ നാളെ തേച്ചിട്ട് അപ്പോൾ കുളിക്കുമ്പോൾ നമുക്കറിയാലോ എത്രൻ്റെ വ്യത്യാസം വരുന്നുണ്ട്. നല്ല നരച്ച മുടിയിൽ ഇതൊന്ന് നമുക്ക് തേച്ച് നോക്കാം. അപ്പോൾ ഞാൻ ശരിക്കും കാണിച്ചു തരുന്നുണ്ട് കേട്ടോ. ഇത് ഉപകാരപ്പെടുക എല്ലാവർക്കും. മുടിക്ക് നല്ല സാധനങ്ങളല്ലേ. നെല്ലിക്ക മുടിക്ക് നല്ലതാണ്, മൈലാഞ്ചി മുടിക്ക് നല്ലതാണ്, ചിയാ സീഡ് നല്ലതാണ്, കറ്റാർവാഴ നല്ലതാണ്. പിന്നെ നമുക്ക് വേണമെങ്കിൽ ഇതിൽ എഗ് വെയിറ്റ് കൂട്ടാം.
അതും മുടിക്ക് നല്ലതാണ് അല്ലേ. അപ്പോൾ എല്ലാം മുടിക്ക് നല്ലതാണ്. അപ്പോൾ നമുക്ക് ഭാഗ്യത്തിന് ഇത് കറുത്ത് കിട്ടിയാലോ, നല്ല സുഖമായില്ലേ അല്ലേ. അപ്പോൾ ഇവിടുത്തെ അച്ഛൻ്റെ മുടിയിലാട്ടോ ഞാനിത് പരീക്ഷിക്കുക. ഞാൻ ഇപ്പോൾ 2-3 പ്രാവശ്യമായി പറഞ്ഞു. എൻ്റെ മുടി അധികം നരച്ചിട്ടില്ല കണ്ടോ, അവിടെയും ഇവിടേക്ക് ഓരോ ഇഴയുള്ളൂ. അപ്പോൾ ഇത് നിങ്ങൾക്ക് മനസ്സിലാവില്ല, ഫേക്കാണെന്ന് വിചാരിക്കും. അപ്പോൾ ഫേക്ക് കാണിച്ചു തരരുതല്ലോ, ഉപകാരപ്പെടുന്നതല്ലേ ഇനി കാണിച്ചു തരാൻ പറ്റും. നമുക്ക് ഒരു വീഡിയോ കണ്ടതാണ് കേട്ടോ ഞാൻ. അവർക്ക് കറുത്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അറിയില്ല നമുക്ക് എന്താ തികച്ച്. ഞാൻ മുഴുവൻ ലാസ്റ്റ് കണ്ടില്ല, അവർ കറക്കുന്നുണ്ടെന്നാണ് പറഞ്ഞത്. അപ്പോൾ നമുക്കിതൊന്ന് ലാസ്റ്റ് നമുക്ക് നോക്കി വെക്കാമല്ലോ, അതിനിപ്പോൾ ഇത്ര ബുദ്ധിമുട്ടല്ലേ ഉള്ളൂ. അപ്പോൾ ഇനി നമുക്കിത് നാളെ രാവിലെ ഇത് തേച്ചിട്ട് ഞാൻ കാണിച്ചു തരാം കേട്ടോ എങ്ങനെ ഉണ്ടെന്ന്. അപ്പോൾ ഇത് അടച്ച് വെക്കട്ടെ. അപ്പോൾ നമുക്ക് ഇന്നലെ കൂട്ടി വെച്ചത് തുറന്ന് നോക്കാം. അപ്പോൾ 24-28 മണിക്കൂറായിട്ടോ. ഓ നല്ല കറുത്തണ്ണു കണ്ടോ, സംഭവം നല്ല ബ്ലാക്കാട്ടോ. ഇനി ഇത് നമുക്ക് മുടിയിലൊന്ന് അപ്ലൈ ചെയ്യാം, എന്നിട്ട് കാണിച്ചു തരാൻ കേട്ടോ. ഈ ബ്രഷ് കൊണ്ട് തേക്കാം, ഈ ബ്രഷ് കൊണ്ട്. ബ്രഷ് ഉണ്ടാവുകൊണ്ടേ വൃത്തിയിലാവട്ടെ കേട്ടോ. നമ്മളിങ്ങനെ തേച്ചുകൊണ്ടിരിക്കുകയാണ്. നല്ലോണം തേക്കണം, നല്ലോണം തേക്കണം എന്ന് നല്ലോണം തേക്കാം. ഓണായിട്ട് കറുത്ത് സുന്ദരനാവട്ടെ. എന്തേ നമുക്ക് തേച്ച് നോക്കട്ടെ. ഇനി ഇവിടെയൊക്കെ മുടിയില്ല കേട്ടോ, കണ്ട കഷണ്ടിയാണ്. ഞാൻ എത്ര എൻ്റെ മുടി ഉണ്ടാവണം എണ്ണയൊക്കെ തേക്കാൻ പറയുന്നുണ്ട്, കേൾക്കാനിട്ടാണ്. എന്നാൽ നല്ല മുടി ഉണ്ടാവും. ഞാൻ മാത്രം മുടി ഉണ്ടായിട്ട് എന്താ, ആണുങ്ങൾക്കും വേണം തലമുടിയിലേ. നേരത്തേക്ക് കൊഴിയുണ്ടാവും, കുഴപ്പമില്ല. പിന്നെ ഡമോ നല്ലത് നല്ല നരച്ച മുടി വെച്ചിട്ടാട്ടോ മക്കളെ. ഞാൻ എൻ്റെ ഓരോ ഇഴ നരച്ചിട്ടുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് തോന്നും ഇതെന്തോ, ഇതിപ്പോൾ എങ്ങനെ നമുക്ക് കറക്കണതെന്ന് നോക്കാം കേട്ടോ. സംഭവം ഞാൻ ഈ പിന്നെ ചിയാ സീഡിൻ്റെ ഇതുവരെ നോക്കിയിട്ടില്ല കേട്ടോ, അത് സത്യം പറയുകയാണ്. ചിയാ സീഡ് കൂട്ടിയിട്ട് ഞാൻ നോക്കിയിട്ടില്ല. നമ്മൾ ബാക്കിയൊക്കെ നമ്മൾ നോക്കിയിട്ടുണ്ടല്ലേ. അപ്പം ഒന്നുമല്ല, ചിലപ്പോൾ ഞാനൊക്കെ തേച്ചിട്ട് പിന്നെയാണ് എന്തും. പക്ഷെ മുടി ഉണ്ടാവണത് നമുക്ക് കാണിക്കാൻ പറ്റൂലേ, ഒരു മാസമൊക്കെ കഴിഞ്ഞാൽ നമുക്ക് അറിയാം. ഇത് എന്ന് പറഞ്ഞാൽ അപ്പളൊക്കെ എപ്പോഴുള്ളതല്ലേ അല്ലേ. അപ്പോൾ പിന്നെ നിങ്ങൾക്ക് കാണിച്ചു തരാമല്ലോ. ഇപ്പോൾ കുറേയൊക്കെ ഒരുവിധം എല്ലായിടത്തും കൂടി ആയിട്ടോ. അപ്പോൾ ഇനി വീഡിയോ ലെങ്ത് ആവേണ്ട വിചാരിച്ചിട്ടാണ്. അപ്പോൾ ഇനി ബാക്കിയുള്ളവരുടെ കൂടി ഞാൻ സസൂക്ഷ്മം ശ്രദ്ധിച്ച് തേച്ച് കൊടുക്കട്ടെ കേട്ടോ. എന്നിട്ട് നമുക്കിതൊരു 1.5 മണിക്കൂർ ഇരുന്നിട്ട് കുളിച്ചിട്ട് ഞാൻ നിങ്ങൾക്ക് എങ്ങനെയെന്ന് കാണിച്ചു തരാം കേട്ടോ. കുറേയൊക്കെ അങ്ങോട്ട് ഇതേ നിങ്ങളിപ്പോൾ ഒറ്റ യൂസിന് വല്ലാതെ കറക്കണില്ല അല്ലേ. കുറച്ചൊക്കെ ഇത് പോയി അല്ലേ, വെറും വെള്ളമുടിയല്ലേ ഉണ്ടായിരുന്നത്, അത് കുറേയൊക്കെ അങ്ങനെ ശരിയായി. പക്ഷേ ഇനി എന്ത് വേണ്ടി വരുന്നോ, ഇത് ആഴ്ചയിൽ നിങ്ങൾ ഒരു ദിവസം അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ കുറേ കഴിയുമ്പോൾ ശരിയാവും ഉണ്ടാവട്ടോ. ഒക്കെ തേച്ച് നോക്കുന്നുണ്ടോ, വലിയ ഇതില്ല ഉണ്ടാവും. വല്ലാത്ത നരപ്പൊക്കെ കുറേ പോയിരുന്നു കണ്ടില്ലേ, അല്ലാതെ നരപ്പുള്ളൂ കുറേയൊക്കെ പോയിരുന്നു. 1.5 മണിക്കൂർ 1.25 മണിക്കൂറൊക്കെ ഇരുന്നിട്ടുള്ളൂ കേട്ടോ. അതുകൊണ്ടായിരിക്കും, അതും അറിയില്ല. 2 മണിക്കൂർ ഇരിക്കണോ കണ്ടോ, കുറേയൊക്കെ ശരിയായി. എല്ലാവരും ഇതൊക്കെ ചെയ്ത് നോക്കണം കേട്ടോ. എൻ്റെ കയ്യമ്പിൽ കണ്ട എത്ര കഴുകിയിട്ടും കയ്യമ്പിലൊക്കെ അങ്ങനെ ഇരിക്കുന്നുണ്ട് കേട്ടോ, അവിടെയും ഇവിടെയൊക്കെ അതിൻ്റെ കറുപ്പ്. പക്ഷെ മുടിയമ്പിൽ ഇനി ഒരു ആഴ്ചയിലൊരു 3 പ്രാവശ്യം, അല്ല ആഴ്ചയിൽ 1 പ്രാവശ്യമെങ്കിലും, അങ്ങനെ മാസത്തിലൊരു 3-4 പ്രാവശ്യം തേച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് റിപ്പീറ്റേഷൻ അടിച്ചാൽ മതിയാവും. അപ്പോൾ പിന്നെ നമുക്ക് ആഴ്ചയിൽ 1 ദിവസം, മാസത്തിൽ 1 പ്രാവശ്യം തേച്ചാൽ മതിയാവും. അപ്പോൾ എന്താ വെച്ചാൽ എന്തായാലും ഇത് മുടി വളർച്ച കൂട്ടുന്ന ഒരു സംഭവം തന്നെ. ചിയാ സീഡിൻ്റെ ജെല്ലും കറ്റാർവാഴയുടെ ജെല്ലും ഒക്കെ ഇത് വളർച്ച കൂട്ടണമെന്ന്. അപ്പോൾ അതിൽ വെള്ളം ഉണ്ടായിരുന്നു കേട്ടോ, അത്യാവശ്യം വെള്ളം പോലെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ കുറച്ച് കോഴിമുട്ട വെള്ളം അതിൽ കൂട്ടിക്കണം. അത് ഞാൻ സ്കിപ്പായി പോയി കേട്ടോ കാണിക്കാനായിട്ട്. ഒരു കോഴിമുട്ട മുഴുവൻ കൂട്ടേണ്ടി വന്നില്ല, കുറച്ചല്ലേ വേണ്ടു. ആണുങ്ങളുടെ മുടി കൊണ്ട് ഒരു ഇതേ ഉള്ളൂ. ഒരു കോഴിമുട്ട വെള്ളം മുഴുവൻ എടുത്തിട്ട് ഒരു ചെറിയ സ്പൂൺ അതിൽ ഞാൻ കൂട്ടിയുള്ളൂ. അത് സ്കിപ്പായി പോയതാണ്, അത് എല്ലാവരും കൂട്ടണം കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഇനി എന്താ, എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഇഷ്ടപ്പെട്ടു വെച്ചാൽ എല്ലാവരിലേക്കും ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. ബൈ.